തൃശൂരിനെ ആവേശത്തിലാക്കി പുലികളി പുരോഗമിക്കുകയാണ്. വിവിധ ദേശങ്ങളുടെ പുലികളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചു. 7 ദേശങ്ങളിൽ നിന്ന് 387 പുലികളാണ് പുലികളിയുടെ ഭാഗമാകുന്നത്. സ്വരാജ് റൗണ്ടിൽ നിന്ന് അഖിലും ടി നന്ദഗോപാലും ഒപ്പം സിജോ വി ജോണും ചേരുന്നുണ്ട്. ആദ്യം അഖിലിലേക്കാണ്. അഖിൽ, പുലികൾ തൃശ്ശൂർ എടുത്തോ? തീർച്ചയായും പുലികൾ തൃശ്ശൂർ എടുത്തു. അത് തന്നെയാണ് എനിക്ക് ചുറ്റും കാണുന്ന ഈ കാഴ്ചകൾ എന്ന് പറയേണ്ടി വരും. കാരണം അത്രത്തോളം വലിയൊരു തിരക്ക് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ ഒരു തിരക്ക് ഞാൻ കണ്ടിരുന്നില്ല. കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു തിരക്കാണ് ഇത്തവണ ഉള്ളതെന്നാണ്. ഇപ്പോൾ നിലവിൽ എന്തായാലും ഈ ശങ്കരൻകുളങ്ങര ദേശത്തിന്റെ ഒരു പുലികളി സംഘമാണ് ഈ സ്വരാജ് റൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പായി അവരുടെ ടാബ്ലോ പോയിരുന്നു. വളരെ മനോഹരമായ ടാബ്ലോ. നമുക്ക് ആ ടാബ്ലോയെ കുറിച്ച് പറയാതെ ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരും. കാരണം ആ ടാബ്ലോയുടെ തീം എന്ന് പറയുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലമായിരുന്നു. ആ ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബം കുടുങ്ങിയപ്പോൾ അവർക്ക് തുണയായി ഒരു ആന നിന്ന കഥ നമ്മൾ കേട്ടിരുന്നു. ആ ഒരു കഥയെ അല്ലെങ്കിൽ അതിനെ വീണ്ടും ഒരു നിശ്ചല ദൃശ്യമായി അല്ലെങ്കിൽ പുനരാവിഷ്കരിക്കുന്ന ഒരു നിശ്ചല ദൃശ്യമാണ് ശങ്കരൻകുളങ്ങര ദേശത്തിന്റെ ഒരു ടാബ്ലോ ആയി മുന്നോട്ട് പോയത് എന്നുള്ളതാണ് പറയുന്നത്. ആ ടാബ്ലോ പോയിരിക്കുന്നു. ഇപ്പോൾ അതിന് തൊട്ട് പിന്നാലെയായി ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ശങ്കരൻകുളങ്ങര ദേശത്തിന്റെ പുലികളി സംഘത്തിന്റെയും ഒപ്പം തന്നെ പുലി വണ്ടിയുമാണ്. അതാണ് ഇപ്പോൾ ഈ മുൻപോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു താളത്തിനൊത്ത്, അതായത് ഇപ്പോൾ ഈ നടുവിലാലിലൂടെ കയറുമ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നടുവിലാലിൽ കഴിയുന്ന സംഘങ്ങൾക്ക് കുറച്ച് മുൻപിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജഡ്ജസ് ഇരിക്കുന്നുണ്ട്. അവർ കൃത്യമായി മാർക്ക് എടുത്ത് ഇവിടെയാണ്. അപ്പോൾ കൃത്യമായി ആ ഒരു താളത്തിൽ എന്താണോ പുലികളി എന്ന് പറയുന്നത് അത് ചുവട് വെച്ച് ആ താളത്തിനൊത്ത ചുവട് വെച്ച് മുന്നോട്ട് പോകണം. അതാണ് കൃത്യമായ മാർക്ക്. നമുക്കറിയാം എല്ലാവരും ഒന്നാമതെത്താൻ, എല്ലാവരും വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം, തങ്ങളുടെ ദേശത്തിന്റെ അഭിമാനം വാനോളം ഉയർത്താൻ വേണ്ടിയുള്ള ആ ഒരു പോരാട്ടം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഓരോ സംഘങ്ങളും പുലികളിയുമായി തൃശ്ശൂരിന്റെ റൗണ്ടിലേക്ക് എത്തുന്നത്. അതിനുവേണ്ടിയുള്ള മത്സരം. അപ്പോൾ ആ മത്സരത്തിലെത്താൻ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരടക്കം ഈ പുലികളി സംഘങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി നൽകും. പക്ഷേ ഈ മത്സരം നടക്കുന്ന ഈ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകരെ കയറ്റിവില്ല. കാരണം അവിടെ ആരും ഒരു ജഡ്ജസിന് കൃത്യമായി കാണുന്നതിൽ ഒരു തടസ്സം ആരും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടുവരണം. അത്രത്തോളം ശ്രദ്ധയോടെ, അത്രത്തോളം കൃത്യതയോടെ കളിക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പുലികളിയാണ് ഈ ജഡ്ജസിന് മുന്നിലേക്ക് എത്തുന്നത്. അതാണ് ഈ നടുവിനാൽ ഭാഗത്തേക്ക് നമ്മൾ, കാരണം വടം ഉപയോഗിച്ച് ഈ കാഴ്ചയ്ക്ക് കാണാനെത്തുന്ന എല്ലാ ആളുകളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ നടുവിലാൽ സംഘം നടുവിലേക്ക് എത്തുമ്പോൾ കാണുന്നത്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആ ചുവടുവയ്പ്പിനും ആ താളത്തിനും ഒക്കെ വളരെ ഒരു മനോഹാരിത, അതിമനോഹാരിത ഉണ്ടാകുമെന്ന് പറയുന്നത്. ഓരോ സംഘങ്ങളും അവരുടെ ഒരു സർപ്രൈസ് അടക്കം പുറത്തേക്ക് ഇറക്കിക്കൊണ്ടാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. അഖിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ നഗരം പുലികളങ്ങ് എടുത്തിരിക്കുകയാണ്.